അടികൾ നാവോടും ശബ്ദത്തോടിരിക്കണമേ. തിരുവെഴുത്തിൻ്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തരണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. നമ്മുടെ കരമുയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ കടന്നു നിൽക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അനുഗ്രഹീത ദൈവഭൃത്യന്മാർ, ഏവർക്കും വേഗം വരുന്ന ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ ധാരാളമായി പകരട്ടെ. ഈ പ്രസ്ഥാനത്തിന്, PMG പ്രസ്ഥാനത്തിന് കർത്താവിൻ്റെ നാമത്തിൽ നിയോഗിക്കപ്പെട്ട് നേതൃത്വം കൊടുക്കുന്ന കർദാസൻ പാസ്റ്റർ എം. എ. വർഗീസ് അവറുകൾ, കുടുംബം കർത്താവ് മാനിക്കട്ടെ. പ്രിയ കർദാസൻ തോമസ് കുട്ടി പാസ്റ്റർ, സ്റ്റേറ്റ് നേതൃത്വം കൊടുക്കുന്ന അലക്സാണ്ടർ പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാർ, ഏവർക്കും ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. നാളുകളായി ഒരുമിച്ച് പലപ്പോഴും പ്രാർത്ഥിപ്പാൻ കഴിയുന്ന മധുസാറ് കുടുംബം, അവരെ ഓർദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം, അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. റെവലേഷൻസ് ചാപ്റ്റർ 21 വേഴ്സ് 5, സെക്കൻഡ് പാർട്ട്. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അവൻ കൽപ്പിച്ചു. ഇത് വിശ്വാസയോഗ്യമാണ്, ഇത് അംഗീകാരയോഗ്യമാണ്. പ്രവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ച് മനസ്സിലാക്കുമ്പോൾ സഹസ്രാബ്ദ യുഗത്തിനും വെള്ളസിംഹാസനത്തിൻ്റെ ദൈവിക വിധിയുടെയും അപ്പുറത്ത് വെളിപ്പെടേണ്ട പുതുവാന ഭൂമിയുടെ, പുതിയ ആകാശത്തിൻ്റെ, പുതിയ അനുഭവത്തിൻ്റെ വാക്തത്വമുള്ള പ്രവചന സന്ദേശമാണ് വാക്കിൽ കിടക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി സന്ദേശത്തിൻ്റെ പ്രസക്ത ഭാഗമെന്ന് പറയുന്നത് ഏതൽക്കാല അനുഭവത്തിലും പുതുക്കം വരുത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ പുതുക്കത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും അതൊന്ന് തിരിച്ചറിഞ്ഞ് പുതുക്കപ്പെടണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ആയിരിക്കുന്നവർക്കുള്ള സന്ദേശമാണ് ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. പുതുക്കാൻ കഴിയുന്ന ദൈവം, പുതുക്കിയെടുക്കാൻ കഴിയുന്ന ദൈവം, എല്ലാറ്റെയും പുതുക്കാൻ ദൈവത്തിന് കഴിയും. ഏതവസ്ഥയും പുതുക്കാൻ കഴിയും. ഇന്നലെ രാത്രി ഞാൻ മറ്റൊരു സ്ഥലത്ത് എൻ്റെ ചർച്ചിനുള്ള ബന്ധത്തിലൊരു പ്രാർത്ഥനയിൽ കുശവൻ്റെ വീട്ടിൽ നടക്കുന്ന പുതുക്കത്തെക്കുറിച്ച് ഓർപ്പിക്കാനിടയായി. യിരെമ്യാവിൻ്റെ പ്രവചനം 18-ാം അധ്യായത്തിൽ ദൈവം യിരെമ്യാവിനെ കുശവൻ്റെ വീട്ടിലേക്ക് അയച്ചു. യിരെമ്യാവോട് പറഞ്ഞു, നീ കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ല, അവിടെ വെച്ച് എൻ്റെ വചനങ്ങളെ ഞാൻ നിന്നെ കേൾപ്പിക്കും. കുശവൻ്റെ വീട്ടിൽ പ്രസംഗമില്ല, കുശവൻ്റെ വീട്ടിൽ ബൈബിൾ ക്ലാസ് ഇല്ല. കുശവൻ്റെ വീട്ടിൽ അവിടെ കുശവൻ പാത്രങ്ങൾ മെനയുകയാണ്. എന്നാൽ മെനയുന്ന പാത്രങ്ങൾക്കകത്തു നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വചനത്തിൻ്റെ സത്യം അത് തിരിച്ചറിഞ്ഞ് ആ വചനത്തിൻ്റെ സത്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇസ്രായേലിനെ കേടുവന്നതിനെ പുതുക്കിയെടുക്കുന്ന ദൈവത്തിൻ്റെ പ്ലാനിങ് ആണെന്ന് വെളിപ്പെടുമ്പോൾ അവിടെയാണ് സംഭവങ്ങൾക്ക് നടുവിലും, അതേ വ്യവസ്ഥകൾക്ക് നടുവിലും, ചില സംഭവങ്ങളുടെ ആഴങ്ങൾക്കകത്തും ചില പ്രവർത്തികൾക്കകത്തും ദൈവം തരുന്ന ദൂതുണ്ട്. ആ ദൂതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഈ കഴിഞ്ഞൊരു ദിവസം ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് പോയി. 2ാം നിലയിലാണ് പ്രസംഗം നടക്കുന്നത്. അപ്പം അങ്ങോട്ട് കയറിപ്പോയപ്പോൾ
ഞാൻ ആ പരിസരം ശ്രദ്ധിച്ചില്ല. ഞാൻ അവിടെ ചെന്ന് ദൂത് സംസാരിച്ചു, വചനം സംസാരിച്ചു. കേടുവന്നതിനെ വ്യക്തമായി ഒരുക്കിയെടുക്കാൻ കഴിയുന്ന, മനം തിരിക്കാൻ കഴിയുന്ന, യഥാസ്ഥാനപ്പെടുത്താൻ കഴിയുന്ന, ഉറപ്പിക്കാൻ കഴിയുന്ന, ഫലവത്താക്കാൻ കഴിയുന്ന ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ആ സഭയോടുള്ള ദൂത് ഇങ്ങനെ ഓർപ്പിച്ചു: ഒട്ടുഭാഗം ഉണങ്ങി, ഒട്ടുഭാഗം പച്ചയായി. കേടുവന്നത് മുറിച്ചു മാറ്റി ശരിയായൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇതിനെ വളർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് ദൂതും പറഞ്ഞേച്ച് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ, സ്റ്റെപ്പുകൾ ഇറങ്ങി വരുമ്പോൾ, ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന മുറ്റത്തിൻ്റെ അവിടെ ഒരു പ്ലാവ് നിൽക്കുക. ആ പ്ലാവിൻ്റെ ഒരു ഭാഗം ഉണങ്ങി, ഒരു ഭാഗം ഉണങ്ങി, ഒരു ഭാഗം പച്ചയായി. ആ പച്ചയുള്ള ഭാഗത്ത് നിന്ന് ഒരു കൊമ്പ് ഇങ്ങനെ ഉയർന്നിരിപ്പുണ്ട്. ഉണങ്ങിയ ഭാഗത്ത് കുറേ ഭാഗം വെട്ടി, എന്നാൽ കുറേയും കൂടി ഉണങ്ങി നിൽപ്പുണ്ട്. ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ദൈവദാസൻ ചോദിച്ചു, എന്താ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ അകത്ത് പറഞ്ഞേച്ച് വന്നത് ഇവിടെ കണ്ടപ്പോൾ നോക്കി നിന്നതാ. ഇതാണ് ദൂത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നന്നായി ട്രീറ്റ് ചെയ്താൽ ഈ ഉണങ്ങിയ ഭാഗത്തേക്ക് പച്ചയായ തൊലി വന്ന് കവർ ചെയ്ത് ഇതിനിയും വളർന്ന് ഫലം കായ്ക്കും. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർ ഓർക്കുക, എവിടെ കേടുണ്ടോ അത് മാറ്റാൻ കഴിഞ്ഞാൽ, പുതുക്കാൻ കഴിഞ്ഞാൽ നിശ്ചയം പുതുക്കുന്ന ദൈവം ഫലത്തിലേക്ക് നയിക്കാൻ ശക്തനായി. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ചില കേടുകളെ പോക്കി, ചില തകർച്ചകളെ പോക്കി, ചില ശൂന്യതകളെ പോക്കി ഫലവത്താക്കി തീർക്കാൻ സകലത്തെയും പുതുക്കുന്ന ദൈവത്തിൻ്റെ പുതുക്കത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്തും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ, സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതാ ഞാൻ സകലത്തെയും പുതുതാക്കുന്നു. ഏതവസ്ഥകളെയും പുതുക്കാൻ കഴിയുന്ന ദൈവം, ഏതവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ദൈവം, ലോകം വിധി എഴുതുന്നതിനെ ആ വിധി മാറ്റി പുതുക്കാൻ കഴിയുന്ന ദൈവശക്തിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Praise the Lord. പുതുക്കം വരുത്തുന്നതിന് ഗ്രീക്കിൽ കൊടുത്തിന് 2 പദങ്ങൾ ചേർന്നൊരു പദമാണ്. ആ പദത്തിനകത്ത് ഒറ്റ വാക്കാണ് കാണുന്നത്, കൈനോ ആൻഡ് പൊയ്യോ. ഈ 2 പദങ്ങൾ ചേർന്ന് വരുമ്പോൾ അതിനകത്ത് വെളിപ്പെടുന്നത് പുതുതാക്കി തീർക്കേണ്ടത് എന്തോ അതിനെ പുതുക്കാൻ കഴിയുന്ന ദൈവപ്രവൃത്തി. അപ്പം ഏതെല്ലാം മേഖല പുതുതാക്കണോ അതെല്ലാം പുതുക്കാൻ ദൈവത്തിന് കഴിയും. നമ്മൾ പലപ്പോഴും വിധി എഴുതി പറയാം, ഇനി ഒരു കാലത്തും, ഇനി ഒരു സമയത്തും, ഇനി ഒരിക്കലും നന്നാക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പുതുക്കാൻ പറ്റത്തില്ല എന്ന് വിധി എഴുതുന്നിടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, വിധി മാറ്റി എഴുതാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. വിധി മാറ്റാൻ കഴിയുന്ന ദൈവം. കേടുവന്ന അവയവത്തെ പുതുക്കാൻ ദൈവത്തിന് കഴിയും. കേടുവന്ന അവയവത്തെ പുതുക്കാൻ ദൈവത്തിന് കഴിയും. ഹാർട്ട് മാറ്റി വെക്കേണ്ട ഉള്ളതിനെ പുതുക്കാൻ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി വിശ്വസിച്ചാൽ നിന്റെ അവയവങ്ങളുടെ കേട് പോക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ കുടുംബത്തിനകത്ത് കേടുവന്ന മേഖലകളെ പുതുക്കാൻ ദൈവത്തിന് കഴിയും. കുടുംബജീവിതത്തിൻ്റെ കേട് പോക്കാൻ കഴിയും.
തലമുറയുടെ കേട് പോക്കാൻ കഴിയോ? ഈ രാത്രി വിശ്വസിച്ച് പറ, ശുശ്രൂഷയുടെ കേട് പോക്കാൻ കഴിയോ? ഫലകരമായി പ്രയോജനപ്പെടാൻ കഴിയാത്തതുപോലെ കേട് വരുത്തിയെന്ന് കേടെന്ന് പറഞ്ഞ് തള്ളുകയല്ല. എൻ്റെ ദൈവം പുതുക്കാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഇവിടെ വചനം പറയുന്നു, സകലത്തെയും പുതുതാക്കും. ഐ മേക്ക് ഓൾ തിങ്സ്, സകല വസ്തുതകളെയും സകലത്തെയും പുതുക്കാൻ കഴിയുന്നവനാണ്. വിശ്വസിച്ച് ഒന്ന് ഉറയ്ക്കാൻ കഴിയുമോ? വിശ്വസിച്ച് ഉറയ്ക്കാൻ കഴിയുമോ? ഇരമ്യാവോട് പറഞ്ഞു, ഈ ജനത്തെ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് പുതിയൊരു പാത്രമാക്കാൻ കഴിയും, പുതിയൊരു പാത്രമാക്കാൻ കഴിയും. അപ്പം ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ലെന്ന് ആഴത്തിൽ വിശ്വസിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അവ കേൾപ്പിക്കാനാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? കേൾവിയാൽ വിശ്വാസം വർദ്ധിച്ചിട്ട് ആ വിശ്വാസം ഉറപ്പായി പ്രഖ്യാപനം ചെയ്താൽ വിശ്വസിച്ചതിൻ്റെ നന്മ നാം പ്രാപിച്ചെടുക്കുവാനിടയാക്കും. തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആമേൻ. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കേട് മനസ്സിലാക്കി. മനുഷ്യൻ തങ്ങളുടെ കേട് മനസ്സിലാക്കണം. പലപ്പോഴും കേടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ചിലർ സമ്മതിക്കത്തില്ല. കേട് സമ്മതിക്കത്തില്ല, കേട് അതേ വ്യക്തമാക്കത്തില്ല. ഒരു കുഴപ്പമില്ലെന്ന് പറയത്തുള്ളൂ. ഒന്ന് വായിച്ചേ, സങ്കീർത്തനങ്ങൾ 51 അതിൻ്റെ 10-ാം വാക്യം. Psalms 51:10. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. പ്രൈസ് ദി ലോർഡ്. കേടുവന്നത് ഹൃദയത്തിലാണ്, കേടുവന്നത് ആത്മമണ്ഡലത്തിലാണ്. തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സകലത്തിൻ്റെയും കൺട്രോൾ വെളിപ്പെടാൻ കഴിയുന്ന ചിന്ത, വിചാരം, വികാരം എല്ലാം വെളിപ്പെടുന്ന ഹൃദയത്തിനകത്ത് വന്നിരിക്കുന്ന കേട്. ഹൃദയത്തിൽ ചിന്തിച്ച് നിരൂപിച്ച് അതാണ് സാധ്യമാക്കിയെടുക്കുന്നത്. അപ്പോൾ ദാവീദിന് മനസ്സിലായി കേട് 2 മേഖലയിലെ. ഒന്ന്, ഹൃദയത്തിൽ ജീവിതത്തിൻ്റെ ചിന്താ മേഖലകൾ, നിരൂപണ മേഖലകൾ, പ്രവൃത്തി മേഖലകൾ. ഹൃദയത്തിൽ ചിന്തിച്ച്, ഹൃദയത്തിൽ നിരൂപിച്ച് അത് പ്രായോഗിക മണ്ഡലത്തിലെത്തിക്കുകയാണ്. അപ്പോൾ പ്രവൃത്തിയിൽ പ്രായോഗിക തലത്തിൽ മാറ്റം വരണമെങ്കിൽ ഹൃദയത്തിന് മാറ്റം വരണം. ഇനി ആത്മമണ്ഡലത്തിൽ പ്രശ്നം സംഭവിച്ചു. 2 തലങ്ങളെയും വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി പുതുക്കം ആവശ്യമാണോ? പുതുക്കത്തിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ടോ? പ്രാർത്ഥന ആരംഭിച്ചോ? പ്രാർത്ഥന ആരംഭിച്ചോ? പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പുതുക്കം വരുത്തുന്ന ദൈവ സാന്നിധ്യം ജീവിതത്തിലേക്ക് ഇറങ്ങി വരും, ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും, മനസ്സിലേക്ക് ഇറങ്ങി വരും. ജീവിതത്തിന്റെ മേഖലകളെ പുതുക്കുവാനിടയാകും. ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. ദൈവമേ, പുതിയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. എൻ്റെ ഹൃദയം പുതുക്കണം. ഹൃദയം പുതുക്കപ്പെടാത്തിടത്തോളം മുന്നോട്ടിനി ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തോട് പറയും, എൻ്റെ ഹൃദയത്തെ ഒന്ന് പുതുക്കാൻ, ഹൃദയത്തിന് ഒരു പുതിയ സൃഷ്ടിപ്പ്, ഹൃദയത്തെ ഒന്ന് പുതുതായി പണിതെടുക്കാൻ ദൈവകരങ്ങളിൽ കൈമാറും. എൻ്റെ ഹൃദയത്തെ ഒന്ന് പുതുക്കണം.
ആത്മാവിൽ എനിക്കൊരു പുതുക്കം വേണം. ചിന്തകൾ, വിചാരങ്ങൾ, നിരൂപണങ്ങൾ, ആകുലപ്പെടുത്തുന്ന, തകർക്കാൻ നോക്കുന്ന, വിഷണ്ണ മനസ്സാക്കുന്ന, സ്വസ്ഥത കെടുത്തുന്ന ആ അവസ്ഥകൾക്ക് മാറ്റം വരണം. ഈ രാത്രി പുതുക്കാൻ കഴിയുന്നവൻ ഹൃദയത്തിന്റെ മേൽ സ്പർശിക്കുന്ന ഒരു കരം ഈ രാത്രി കാണട്ടെ. ആ ദൈവകരം തൊട്ടാൽ ഹൃദയം പുതുക്കപ്പെടും. അങ്ങനെ പുതുക്കപ്പെട്ട ദാവീദിനെ കുറിച്ച് പിൽക്കാലത്ത് സർവശക്തനായ ദൈവം വിളിച്ചു പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. ഈ രാത്രിയിൽ ഹൃദയം പുതുക്കിയാൽ ദൈവം പറയും, ഇപ്പോഴാണ് എൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം അവന്റെ ഹൃദയമായി തീർന്നത്. എൻ്റെ ഹൃദയപ്രകാരം ഒരു പുതിയ ഹൃദയത്തിന്റെ ഉടമയായി തീർന്നിരിക്കുന്നു. ഈ രാത്രി ഹൃദയത്തെ പുതുക്കി ദൈവത്തിന്റെ ഇഷ്ടത്തിന്, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക്, ദൈവഹിതം ചെയ്യുന്നതിന് നമ്മെ പുതുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹൃദയം പുതുക്കപ്പെട്ടാൽ പുതുക്കപ്പെട്ട ഹൃദയത്തിലേക്ക് പുതിയൊരാത്മാവിനെ പകർന്നു തന്ന് സമൂല പരിവർത്തനത്തിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ആ പ്രവൃത്തി ഓർത്ത് ഈ രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്തു പറ, എന്നിൽ അതൊന്ന് വെളിപ്പെടുത്തണമേ. പ്രൈസ്. ഹൃദയം പുതുകിയാൽ അബ്രഹാമിന്റെ ചോദിക്കുക, അബ്രഹാമേ നിനക്ക് വല്ല അനുഭവം പറയാനുണ്ടോ? അബ്രഹാം പറയും, നിരാശപ്പെട്ട് ഹൃദയം ക്ഷീണിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച ചോദ്യമുണ്ട്, ഞാൻ എന്തിന് ജീവിക്കണം? ഞാൻ എന്തിന് അധ്വാനിക്കണം? വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും എനിക്കിനിയും സാധ്യമല്ല. അതെ, എനിക്കിനിയും ആ വാഗ്ദത്തം പ്രാപിപ്പാൻ സാധ്യമല്ല. അവിശ്വാസമകത്ത് കിടന്ന് ഹൃദയം ക്ഷീണിച്ച് ജീവിതത്തിന്റെ ശാരീരിക തലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന അബ്രഹാമിനെ ഉറപ്പിച്ചുകൊണ്ട് ദൈവം വാഗ്ദത്തം ആവർത്തിച്ചോർപ്പിച്ചു പറയുന്നു, നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നവൻ തന്നെ വാഗ്ദത്ത സന്തതി ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോ. ക്ഷീണിച്ച ഹൃദയം, ക്ഷീണിച്ച ശരീരം, ക്ഷീണിച്ച മനസ്സ്, ക്ഷീണിച്ച ഹൃദയം പുതുക്കിയെടുത്ത് വാഗ്ദത്തമർപ്പിച്ച് അവനെ പുതുക്കിയെടുത്ത് പറഞ്ഞു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക. അപ്പൊ ഹൃദയത്തിന്റെ നിഷ്കളങ്കത തെളിയപ്പെട്ടപ്പോൾ അടുത്ത വർഷം അബ്രഹാമിന് പറയാൻ കഴിഞ്ഞത്, എന്റെ വാഗ്ദത്തം എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടു. ഇന്ന് രാത്രി ഹൃദയം പുതുങ്ങിയാൽ, ഹൃദയത്തിന്റെ നിഷ്കളങ്കത തെളിഞ്ഞാൽ, ചില വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെട്ട് ദൈവത്തിന് മഹത്വം കരറ്റാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവം ഈ രാത്രി വിശ്വസിച്ചു പറ, എന്റെ വാഗ്ദത്തം അന്യപ്പെടുകയില്ല. അതന്വർത്ഥമാക്കാൻ എന്റെ ദൈവശക്തനാണ്. വിശ്വസിക്കുന്നവർ ഈ രാത്രി വാഗ്ദത്തം മുറുകെ പിടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്തു. അബ്രഹാം വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കൊടുത്തു. അത് നിവർത്തിപ്പോ ശക്തനെന്ന് വിശ്വസിച്ചവർ ആ വാഗ്ദത്തം ഏറ്റെടുത്തു. യെസ് യെസ് യെസ്, ജീസസ് ജീസസ് ജീസസ്, ഹല്ലേലൂയ, ആമേൻ. ഇപ്പൊ ഹൃദയം പുതുക്കപ്പെട്ടാൽ നിഷ്കളങ്കത വെളിപ്പെടും. പാപത്തിന്റെ, ക്ഷീണത്തിന്റെ, അസ്വസ്ഥതയുടെ, ബലഹീനതയുടെ മേഖലകൾ അഴിഞ്ഞു മാറാനിടയാക്കും. ഹൃദയത്തെ പുതുക്കണമേ, ഒരു പുതിയ ആത്മാവിനെ തരണമേ. ആത്മപുതുക്കം നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഉപവാസപ്രാർത്ഥനയ്ക്ക് ഇവിടെ നമ്മളൊന്ന് വന്ന് ഒന്ന് കൈയടിച്ച് ഒന്ന് അനങ്ങി ഒന്ന് ചലിച്ച് അങ്ങ് പോകും. പിന്നെ ഇനി അടുത്ത ഉപവാസ പ്രാർത്ഥന പറഞ്ഞു. പിന്നെ ചിലരിങ്ങനെ വെച്ചാൽ അവർ ഞായറാഴ്ച ക്രിസ്ത്യാനികളാണ്,
അവരിടക്കൂട്ടങ്ങളോ മറ്റ് മീറ്റിങ്ങുകളോ ഒന്നും അറ്റൻഡ് ചെയ്യത്തില്ല. ആകെ ബിസിയാണ്, അവർക്കൊന്നിനും നേരില്ല. വീട്ടിലിരുന്ന് ഏകമായിരുന്നു പ്രാർത്ഥിച്ച് ആത്മാവിൽ ബലപ്പെട്ട് ദൈവത്തോട് നിരന്തരം ആത്മാവിൽ സംസാരിപ്പാൻ കഴിയത്തില്ല. ഞായറാഴ്ച വന്ന് പാട്ടൊന്ന് മുറുകി ആ ലാസ്റ്റ് സ്റ്റാൻസ് ഒന്ന് 5-6 പ്രാവശ്യം എടുത്തു പാടുമ്പോൾ ഒരു കുടച്ചലും ഒരു ചലനം. ഈ ജീവിതം കൊണ്ട് ദൈവം തൃപ്തിപ്പെടുന്നില്ല. ഇന്ന് രാത്രി ആ സ്ഥിതി മാറണം, ആ അവസ്ഥ മാറണം. ദൈനംദിനം ദിനം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ പടിവാതിക്കൽ കാത്തും ഇരിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവപാദപീഠത്തിൽ ദൈനംദിനം കാത്ത് പ്രാർത്ഥിച്ച് ജാഗരിച്ച് ആത്മാവിൽ സംസാരിക്കുന്നവൻ, അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. ആത്മീക വർധന പ്രാപിക്കണം, ആത്മീക വർധന പ്രാപിക്കണം. ഒന്ന് വായിച്ച യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-27 വാക്യങ്ങൾ. യെഹെസ്കേൽ ചാപ്റ്റർ 36 വേഴ്സ് 26-27. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. പുതിയൊരു ഹൃദയം, പുതിയൊരാത്മാവ്. കല്ലായുള്ള ഹൃദയം, കടുത്ത ഹൃദയം, വചനം ഉൾക്കൊള്ളാൻ കഴിയാത്ത, ആത്മീയ അനുഭവം ഏറ്റെടുക്കാൻ കഴിയാത്ത, ഏത് ദൂത് കേട്ടാലും പരിവർത്തന വിധേയമാക്കാൻ കഴിയാത്ത ആ കല്ലായ ഹൃദയം ഞാൻ മാറ്റി മാംസളമായൊരു ഹൃദയം, അലിയുന്ന ഹൃദയം, തകരുന്ന ഹൃദയം, ദൈവസനി പകരുന്നൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ആമേൻ, ആമേൻ. ഹൃദയം പുതുക്കപ്പെട്ടാൽ, ആത്മാവിൽ പുതുക്കപ്പെട്ടാൽ പ്രമാണത്തിനനുസരിച്ചുള്ള ജീവിതം വെളിപ്പെടുത്തപ്പെടുവാനിടയാക്കും. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. പ്രമാണത്തിൽ, ചട്ടങ്ങളിൽ, വചനത്തിൽ, ദൈവവ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിയണമെങ്കിൽ ഹൃദയം പുതുക്കിയേ മതിയാകൂ, ആത്മാവിൽ പുതുക്കപ്പെട്ടേ മതിയാകൂ. വേദപുസ്തകം പഠിക്കുമ്പോൾ ഒത്തിരി ആളുകൾ പുതുക്കപ്പെടാൻ കഴിയാതെ കെട്ടപ്പെട്ടു പോയവരുണ്ട്, തകർന്നു പോയവരുണ്ട്. എന്നാൽ അവസ്ഥ മനസ്സിലാക്കി പുതുക്കപ്പെട്ടവർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ശിംശോൻ പുതുക്കപ്പെട്ടവനാ, പക്ഷേ ഇടയ്ക്ക് വെച്ച് കെട്ടപ്പെട്ടു. ദൈവം കരുണ കാണിച്ച് പലപ്പോഴും ഇടപെട്ടെങ്കിലും ആഗ്രഹിച്ച തലത്തിൽ മുന്നേറാൻ കഴിയാതെ തകർച്ചയാണ് ഒടുവിൽ വന്നു ഭവിച്ചത്. ആരംഭത്തേക്കാൾ അവസാനം നന്നാക്കണമോ, ഹൃദയത്തിനും ആത്മാവിലും പുതുക്കം വന്നേ മതിയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. തകർച്ച തിരിച്ചറിഞ്ഞ പത്രോസ് പുതുക്കാൻ സമർപ്പിച്ചപ്പോൾ ഹൃദയത്തിന് പുതുക്കം വന്നു, ജീവിതത്തിന് പുതുക്കം വന്നു, സമസ്ത മണ്ഡലവും പുതുക്കപ്പെട്ട് ആത്മാവിന്റെ പുതുക്കം വെളിപ്പെട്ടപ്പോൾ അസാധാരണമായ ആത്മയനുഭവം പത്രോസിൽ വെളിപ്പെട്ടു. പത്രോസിൽ കൂടെ വെളിപ്പെട്ട ആത്മസാന്നിധ്യം നിഴൽ തട്ടിയാൽ രോഗി സൗഖ്യമാക്കുന്ന തലത്തിലേക്ക് പത്രോസിനെ ദൈവം അഭിഷേകത്തിന്റെ പുത്തൻ അനുഭവത്തെ നയിച്ചെങ്കിൽ ഇന്ന് രാത്രി പുതുക്കപ്പെടുന്ന നമ്മുടെ മേൽ പകരപ്പെടുന്ന ആത്മശക്തി, പകരപ്പെടുന്ന ആത്മീയ അനുഭവം
പകരപ്പെടുന്ന അഭിഷേകം മനുഷ്യന്റെ ചിന്തയ്ക്കപ്പുറത്ത് ചില അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുത്താൻ ആത്മാവിനെ കൊണ്ട് സാധ്യമാക്കുന്ന ദൈവത്തിനായി ഈ രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിശ്വസിച്ചെടുക്കാമോ? 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 നിന്നിൽ കൂടെ നീ ചിന്തിക്കാത്ത, നീ നിരൂപിക്കാത്ത, നീ ഇമാജിൻ ചെയ്യാത്ത ചില ആത്മീയ അനുഭവങ്ങൾ എന്റെ ദൈവം ചെയ്തെടുക്കാൻ ശക്തനായ ദൈവം. യെസ് യെസ് യെസ്. ഓ ശകലരബസ് ഹുതമനസി അർത്ഥമനശത ഋതമന സൈദരചന അടൽകരദല ഭൗഷ്യമനബസ്. ഹല്ലേലൂയ. പ്രൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ചില തെറ്റിദ്ധാരണ മാറ്റാതിരിക്കാൻ കഴിയത്തില്ല. കാലഘട്ടം പുരോഗമിച്ച്, ആത്മീക മണ്ഡലം പുരോഗമിച്ച്, പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു കാലത്തിലേക്ക് നാം വന്നെത്തി നിൽക്കുക. സ്വത്രം. കർത്താവോ പരിശുദ്ധാത്മാവോ ചിന്തിക്കാത്ത നിലയിലേക്ക് ചിലര് മാറിക്കൊണ്ടിരിക്കുക. സ്വത്രം. കഴിഞ്ഞ ദിവസം ഇപ്പൊ ബാംഗ്ലൂരും പലയിടത്തും പല മേഖലകളിൽ പല കൾട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വിളിച്ചു പറയാണ്, ഇപ്പോൾ ദാ വരുന്നു കഴുകന്റെ ശബ്ദം, ചിലർക്കത് വെളിപ്പെടാൻ പോകുന്നു. കഴുകന്റെ ശബ്ദം. വേറൊന്ന്, ഇപ്പൊ ചിലർക്ക് സിംഹത്തിന്റെ ശബ്ദം, അലർച്ച. എൻ്റെ ദൈവമക്കളെ, അങ്ങനെ കഴുകന്റെ ശബ്ദവും സിംഹത്തിന്റെ അലർച്ചയൊന്നുമല്ല കർത്താവ് കൊടുത്തത്. കർത്താവ് കൊടുത്തത് ആത്മാവിന്റെ ശബ്ദം, അന്യഭാഷ ദൈവത്തെ ആരാധിക്കാനുള്ള ശബ്ദം. സ്വത്രം സ്വത്രം. യൗവന ലോകത്തെ തെറ്റിച്ച്, യൗവന ലോകത്തെ മറിച്ച് തെറ്റായ തലത്തിലേക്ക് കൊണ്ടുപോയി അനേകർ വിശ്വാസം വിട്ട് ഉഴന്നു പോകുകയും. മൊബൈലിലൊക്കെ ഈ യൂട്യൂബിലൊക്കെ കയറി വരെ എൻ്റെ പൊന്ന് സാറ് സങ്കടം തോന്നും. ചിലരിങ്ങനെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ ചുറ്റും കഴുകം പറക്കുന്നു, അവരുടെ ചുറ്റും സിംഹം പൊങ്ങി വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ പ്രൈസലോ, എൻ്റെ കർത്താവ് ശുശ്രൂഷിച്ച കാലത്തോ അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ച കാലത്തോ ഒരു സിംഹം കയറി വന്നില്ല, ഒരു കഴുകനും കയറി വന്നില്ല, ഒരു ദുരാത്മ മണ്ഡലം പൊട്ടിയില്ല. ഇന്ന് രാത്രി തിരിച്ചറിയണോ, ജനത്തെ കൾട്ടിലേക്ക് നടത്തുന്ന, യൗവനലോകത്തെ തെറ്റിക്കുന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനിടം കൊടുക്കണോ, സത്യാത്മാവിനിടം കൊടുക്കണോ. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്, സത്യത്തിന്റെ ആത്മാവ് സംബന്ധിച്ച്, അനുസരണത്തിന്റെ ആത്മാവ് സംബന്ധിച്ച് നാം ബോധമുള്ളവരാക്കണോ. സ്വത്രം സ്വത്രം. ചിലർ കുരയ്ക്കുന്നു, ചിലർ അലറുന്നു, ചിലർ കൂന്നു. ഹലോ, സ്വത്രം. യോഹന്നാൻ പത്മോസിൽ നാടുകടത്തപ്പെട്ടിട്ട് കർത്തൃദിവസം ആത്മവിവശനായവൻ എനിക്ക് ഏതാണ്ട് സംഭവിച്ചെന്നല്ല പറഞ്ഞ്, ആത്മവിവശനായവനോട് ദൈവശബ്ദം, നീ കാണുന്നത് എഴുതുക. ആത്മവിവശനായവൻ, അവന് ചിലത് കാണാനുണ്ട്, അവന് ശബ്ദം കേൾപ്പാനുണ്ട്. അവൻ കണ്ടത്, അവൻ കേട്ടത്, അവൻ എഴുതാൻ തുടങ്ങി. ഇന്ന് പലരും വിവശതയില്ല. എന്നാന്നൊരു പിടിയില്ല, എന്നാന്നൊരു പിടിയില്ല. പാറ്റ പോലെ വീണു, പാറ്റ പോലെ.
വെയിറ്റ് ഇല്ലാതെ അങ്ങ് പോയി. പാറ്റ പോലെ വീഴാനും വെയിറ്റ് ഇല്ലാതെ പോകാനുമല്ല. നിനക്കൊല്ല അനുഭവം ഉണ്ടോ? വല്ലതും കാഴ്ചപ്പാട് കണ്ടോ? വല്ല ദൈവശബ്ദം കേട്ടോ? വല്ല അനുഭവം ഉണ്ടോ? സ്തോത്രം. തെറ്റിദ്ധാരണയൊന്നും വേണ്ട. 33 കൊല്ലം കൊണ്ട് ദൈവം തന്ന കൃപയുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവവചനത്തിനകത്ത് ഉറച്ചു നിന്ന് വ്യവസ്ഥയിൽ നിന്ന് വചനപ്രകാരം മുന്നോട്ട് പോകണം. ഈ കൾട്ട് ടീമുകൾ ആരും പുറത്തെ അവിശ്വാസികളെ അല്ല ഉന്നം വയ്ക്കുന്നത്. കേട്ടോ ദൈവദാസന്മാർ, അവിശ്വാസികളില്ല. സഭകളിൽ ദുർബലര്, ബലഹീനര്, ശരിയായി ജ്ഞാനമില്ലാത്ത ആൾക്കാരെ തേടി നടക്കുക. അവരെ തേടുന്നത്, അവരാണ് ഇതിൽ ചെന്ന് പെടുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ഓർത്തോളണം, കണ്ണി കണ്ടിടത്തൊന്നും പോയി ഇത് ശരിയാണെന്ന് പറഞ്ഞ് പോയി തകരാനിടയാകരുത്. ഈ പുസ്തകത്തിലുണ്ട്, ഹോബിയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. ഒന്നിനും ഇടയില്ലാതിരിക്കുകയില്ല, ഒന്നും ഇല്ലാതിരിക്കയില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെ തിരുവെഴുത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്രം. യേശുവിനെ തൊട്ടവർ സൗഖ്യമായി, വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടവർ സൗഖ്യമായി, അവൻ്റെ കരം തൊട്ടവർ സൗഖ്യമായി, അവൻ്റെ ശബ്ദം വെളിപ്പെടുത്തു വിടുതലുണ്ടായി, അവൻ്റെ വാക്കിൽ വിടുതലുണ്ടായി. സ്വത്രം. അവിടെയൊന്നും സിംഹവും കരടിയും കഴുതിയൊന്നും പൊങ്ങിയില്ല. ദൈവമക്കൾ ആത്മീകമായി വിവേചിക്കേണ്ടത് വിവേചിച്ച് ദൈവഹിതത്തിൽ മുന്നോട്ട് പോകണം. പുതിയൊരു ഹൃദയത്തെ, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ആ വാക്യം ഒന്നുകൂടെ അതിൻ്റെ അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. യെഹെസ്കേൽ 36 അതിന്റെ 26, 27 വാക്യങ്ങൾ വായിക്കാൻ പറഞ്ഞു. ഞാൻ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ചട്ടങ്ങളിൽ നടക്കും. അപ്പൊ ഈ ആത്മാവകത്ത് വന്നാൽ ദൈവചട്ടത്തിൽ, ദൈവവ്യവസ്ഥയിൽ, ദൈവപ്രമാണത്തിൽ നടക്കും. പ്രമാണം വിട്ടുപോകുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചോളി, പാസ്റ്റേ ഞങ്ങളുടെ സഭയിൽ ഇപ്പോൾ വചനമൊന്നും അധികം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്നാ മൊത്തം ആരാധന. ഞാൻ പറഞ്ഞു തെറ്റി. വചനവും വേണം, ആരാധനയും വേണം. ഇപ്പൊ മൊത്തം ആരാധനയാണ്. വചനം ഒരു 10-15 മിനിറ്റ് ഉള്ളൂ. ഞാൻ 15 മിനിറ്റ് എന്നാ പറഞ്ഞു ഒപ്പിക്കുന്നത്? എന്നാ ഉപദേശം കൊടുക്കുന്നത്? എന്താ ആലോചന കൊടുക്കുന്നത്? സ്വതന്ത്രം. ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഏതോ ഒരു മായ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവദാസന്മാരെ, ദൈവമക്കളെ, പിതാക്കന്മാരുടെ കാലം മുതൽ വചനത്തിനും ആത്മാവിനും കൊടുത്ത ആ വില, ആ പ്രാധാന്യം ഇന്നും അത് മാറാതെ നിർത്തണം. അതിൽ തന്നെ സഭ നിലകൊള്ളണം. വിശുദ്ധിയുടെ ഉപദേശം, സത്യവചനം, അനുസരണത്തിന്റെ വചനം, ആത്മിക അനുഭവങ്ങൾ അത് വ്യക്തമായി നിലകൊള്ളണം. യേശു ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കിയും ഭൂതങ്ങളെ പുറത്താക്കിയും വ്യാധികളുടെ മേൽ സ്വാതന്ത്ര്യം വരുത്തിയൊക്കെ ചെയ്യാൻ വചനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് യേശു വിടുതലിലേക്ക് ഇറങ്ങുന്നത്. സ്തോത്രം. ഇപ്പൊ വചനത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകരുത്. എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. വാഗ്ദത്തം ചെയ്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ആമേൻ. പ്രമാണമനുസരിച്ചാൽ നിങ്ങൾ എനിക്ക് ജനം, ഞാൻ നിങ്ങൾക്ക് ദൈവം. പ്രമാണം വിട്ടാൽ
നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവവുമല്ല എന്ന സന്നിഗ്ധമായി ദൈവം വ്യക്തമാക്കിയ, അതുകൊണ്ട് ദൈവജനമേ, പ്രിയമുള്ളവരെ, പ്രമാണമനുസരിക്കണോ, ചട്ടങ്ങളിൽ നടക്കണോ. ദൈവം നമ്മുടെ ദൈവമെന്ന് പറയാൻ ലജ്ജിക്കുന്നില്ല. നാം അവന്റെ ജനം, അവൻ നമ്മുടെ ദൈവം. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. Praise the Lord. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഇതിനൊക്കെ കാരണഭൂതൻ സർവശക്തനായ ദൈവം. അവൻ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പാപനിമിത്തം ഭിന്നിച്ചുപോയ ജനം, ദൈവവും മനുഷ്യൻ തമ്മിൽ പാപനിമിത്തം ഭിന്നിച്ചടറിപ്പോയി. അതാണ് യെശയ്യാവ് 59:1-2 എഴുതി വച്ചിരിക്കുന്നത്. പാപം നിമിത്തം ഭിന്നിച്ചുപോയ ജനത്തെ പുത്രൻ കാൽവരി ചൊരിഞ്ഞ രക്തം മുഖാന്തരം നിരപ്പിച്ചു. ദൈവത്തിന് നമ്മെ കൊള്ളാക്കുന്നവരാക്കി തീർത്തു. അത് തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തു പറ. എന്നെ പിതാവിനോട് നിരപ്പിച്ച യേശുവിന്റെ സ്നേഹവും കാൽവരിയിലെ സ്നേഹവും എനിക്ക് വേണ്ടി രക്തം ചിന്തിയ സ്നേഹവും അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാക്ക്, യേശുവിന്റെ പ്രവൃത്തി, യേശുവിന്റെ ശുശ്രൂഷ ഇതുവരെ ആ ജനം കണ്ട അവരുടെ ശാസ്ത്രിമാരെ പോലെയോ അവരുടെ പുരോഹിതന്മാരെ പോലെയോ അവരുടെ നേതൃത്വങ്ങളെ പോലെയോ അവരുടെ ആചാര്യന്മാരെ പോലെയോ അല്ല. ഒരു വ്യത്യസ്തത, ഒരു പുതിയ ഉപദേശം, ഒരു പുതിയ ശുശ്രൂഷ, ഒരു പുതിയ ശബ്ദം അവർക്ക് വ്യക്തമായി മനസ്സിലായി. ഇന്ന് രാത്രി യേശുവിൻ്റെ വാക്കിൽ, യേശുവിൻ്റെ ഉപദേശത്തിൽ അവൻ്റെ അധികാരം, അവൻ്റെ ശക്തി, അവൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞവർ ആ ഉപദേശത്തെ പിൻപറ്റുവാൻ, ആ ഉപദേശത്തെ ഏറ്റെടുക്കുവാൻ, അവനിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ അവന്റെ പിന്നാലെ ചെന്നു ജനത്തെ അവൻ സൗഖ്യമാക്കി, അവരുടെ രോഗികളെ സൗഖ്യമാക്കി, അവരുടെ ബലഹീനരെ ബലപ്പെടുത്തി, അവരുടെ കെട്ടപ്പെട്ട ജീവങ്ങളെ സ്വതന്ത്രമാക്കി. ഇന്ന് രാത്രി ദൈവിക സാന്നിധ്യം, ദൈവിക ശക്തി, ദൈവിക അധികാരം വിശ്വസിക്കുമാറാക്കുന്നത്, അടുത്തു വരുത്തുമാറാക്കുന്നത്, വിട്ടുതൽ ഏറ്റെടുക്കുമാറാക്കുന്നത്, അത് തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ശരിയായ ഉപദേശം എവിടെ വെളിപ്പെടുമോ അവിടെ ജനം വിശ്വസിക്കും, അവിടെ ജനം വിടുവിക്കപ്പെടും, അവിടെ ജനം സ്വതന്ത്രമാക്കും, അവിടെ ജനത്തിൽ ബലഹീനർ ബലമേറ്റെടുക്കും, രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ നടക്കുവാനിടയാക്കും. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്കകത്ത് ഉപദേശത്താൽ വിശ്വാസം വെളിപ്പെട്ട് ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ദൈവിക വിട്ടുതലുകൾ, ദൈവിക സ്വാതന്ത്ര്യം, ദൈവിക സാന്നിധ്യം, ദൈവശക്തി അത് പ്രാപിച്ച് നാം വിടുതലേറ്റെടുക്കുകയും നാം പ്രാപിക്കുന്ന ദൈവിക ഉപദേശത്താലും നാം പ്രാപിക്കുന്ന ദൈവശക്തിയാലും മറ്റുള്ളവരിലേക്ക് ഈ സ്വാതന്ത്ര്യത്തെ വെളിപ്പെടുത്താൻ, ഈ വിട്ടുതലിനെ വെളിപ്പെടുത്തുവാൻ ഒരനുഭവമുള്ളവരായി തീരാൻ ഇന്ന് രാത്രി ആത്മാവ് ബുദ്ധി ഉപദേശം നൽകി തരുന്നു. തിരിച്ചറിയുന്നവർ ഈ രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാപിക്കുന്ന വിടുതൽ മറ്റുള്ളവരെ ഉപദേശിക്കാൻ, മറ്റുള്ളവർക്ക് സാക്ഷ്യം പറയാൻ, മറ്റുള്ളവർക്ക് വിടുതലായി തീരാൻ എന്നെ ഉപയോഗിക്കണമേ.
ആമേൻ. യേശുവിൽ നിന്ന് ഉപദേശം കേട്ട, വചനം കേട്ട, ദൈവശബ്ദം കേട്ട ആ ജനം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട ആ ജനം പീഡയുടെ സമയത്ത് ചിതറിപ്പോയവർ ചെന്നിടത്തെല്ലാം സുവിശേഷം പ്രസംഗിച്ചു. അവിടെ വിടുതലുകൾ സംഭവിച്ചു. ഈ രാത്രി ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുന്നു, സുവിശേഷത്തിന്റെ വക്താവായി തീർന്ന ഞാനും നിങ്ങളും എവിടെയൊക്കെ ചെല്ലുന്നുവോ, എവിടെയൊക്കെ പോകുന്നുവോ, അവിടെ ആത്മാക്കൾ വിടുവിക്കപ്പെടണോ, അവിടെ സൗഖ്യങ്ങൾ നടക്കണോ, അവിടെ ശക്തി വെളിപ്പെടണോ, അവിടെ ദൈവിക സ്വാതന്ത്ര്യം തെളിയണോ. അനേകർ വിശ്വസിക്കണോ, അനേകർ സത്യത്തിന് ഓഹരിക്കാരായി തീരണോ. അതിന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാൻ വിശ്വസിക്കാൻ എന്നെ ദൈവം ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധന അർപ്പിച്ച ദൈവത്തിനെ ആരാധിക്കാൻ ഈ രാത്രി നിന്നെ ഒരു പുതിയ ശക്തിയോട്, പുതിയ ബലത്തോട്, പുതിയ അഭിഷേകത്തോട് വരും ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. പരിശുദ്ധാത്മാവിന് കഴിയും. ദൈവത്തിന്റെ ശക്തി പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സ്വന്തം ശക്തിയല്ല, ഞങ്ങളുടെ സ്വന്തം ശക്തിയല്ല, സ്വന്തം ജ്ഞാനമല്ല, ദൈവവചനത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി. പ്രൈസ് പ്രൈസ്. സ്വന്തം ശക്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ നടക്കില്ല. പ്രൈസ്. ഞാൻ പോലീസിൽ ജോലി ചെയ്യുന്ന കാലത്താണ് സർവശക്തനായ ദൈവം തൻ്റെ ആത്മാവിൽ നിറച്ച് കൃപാവരങ്ങളെ എൻ്റെ മേൽ പകർന്നത്. ആ ദൈവിക കൃപ ഏറ്റെടുത്ത് ദൈവിക ശുശ്രൂഷയിൽ ഇന്നയോളം നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. സ്തോത്രം. ദൈവകൃപ മേൽ വന്ന നിയോഗം വ്യക്തമായി പ്രാപിച്ചപ്പോൾ ജോലി റിസൈൻ ചെയ്ത് ദൈവവേലയ്ക്ക് വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ചു. സ്തോത്രം. ഇന്നു വരെ ദൈവപ്രവൃത്തി കണ്ണിന് കാണാൻ ദൈവമിടയാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണാൻ കർത്താവിടയാക്കി. സ്വന്തം ശക്തിയല്ല, കഴിവല്ല, ഒന്നുമില്ല. തമ്പുരാന്റെ കൃപ, തമ്പുരാൻ തന്ന ശക്തി, അവൻ തന്ന കൃപ അല്ലാതെ മറ്റൊന്നും പറയാനില്ല. പ്രൈസ്. നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് ആവശ്യക്കാരെ പൊക്കിക്കൊണ്ടുവരാൻ ഇന്ന് ആളില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? മുമ്പൊക്കെ ആദിമ സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ തപ്പി നടക്കുക. എന്തോ നടക്കുന്നത്? രോഗികളുണ്ടോ, പ്രശ്നമുള്ളവരുണ്ടോ, ബാധിതരുണ്ടോ, അങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കകത്തേക്ക് വിളിച്ചുകൊണ്ട് വരിക, കൂട്ടിക്കൊണ്ട് വരിക. ഇന്നിപ്പോൾ അങ്ങനെ ബന്ധപ്പെടാനും കൊണ്ടുവരാനും ആർക്കും നേരമില്ല. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് എങ്ങനെയും വന്നുകൂടി. ഇനി മറ്റുള്ളവരെ പൊക്കിക്കൊണ്ടില്ലേ, 4 പേരെ യേശു ഇരിക്കുന്ന വീട്ടിലേക്ക് വന്നപ്പോൾ വഴി കാണാഞ്ഞിട്ട് മേൽക്കൂര പൊക്കി അവിടെ കൂടെ ഇറക്കിക്കൊണ്ടുവന്നു. എന്ത് ബത്തപ്പാടാ! ഒരുവന്റെ വിടുതലിന് വേണ്ടി എത്രയോ ബത്തപ്പാടാ കഴിച്ചേ. ആരുണ്ട് ബത്തപ്പെടാൻ? ആരുണ്ട് ബത്തപ്പെടാൻ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആത്മാക്കളെ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നൊരു സഹോദരി വിളിച്ചു. കണ്ണൂരിൽ നിന്ന്. വല്ലാത്ത പ്രശ്നത്തിലാണ്. അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിക്കാൻ നേരമില്ല. ഞാൻ അവിടെയുള്ള ഒരു ദൈവാസനെ വിളിച്ച് പറഞ്ഞു, ഇവർക്ക് വേണ്ടി ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കണം. അതേ കാര്യം കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, പിന്നെയും വിടുതലില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, തൃശ്ശൂർക്ക് പോവാ,
അയ്യോ ഇത്രയും ദൂരം എങ്ങനെയാ വരിക? വലിയൊരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാലോ? ഇവിടെ നിങ്ങൾക്ക് RCC അടുത്താ. അങ്ങ് കണ്ണൂരിൽ നിന്ന് ഡോക്ടർ പറയുക RCC പോകണമെന്ന് പറഞ്ഞാലോ? ഒരു മടിയില്ല. വണ്ടി വിളിച്ചോ ട്രെയിനിന് കയറിയോ എത്തും. അപ്പം ഞാൻ പറഞ്ഞു വിടുതൽ വേണ്ടേ? വേണം. അങ്ങനെ അവർ വന്നു, വിടുതൽ കിട്ടി. ഈ ശനിയാഴ്ച സ്നാനപ്പെടാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏവം വിധം എവിടെയുള്ളതാകട്ടെ പൊക്കിക്കൊണ്ട് ദൈവസ്ഥനിൽ കൊണ്ടുപോവാ. വിടുവിക്കാൻ ദൈവം ശക്തനാണ്. വടക്കേ ഇന്ത്യയിലേക്കൊക്കെ ചെല്ലണം, ആത്മദാഹം കാണണം. ഞാൻ കഴിഞ്ഞ മാസം ചില ദിവസങ്ങൾ നാഗപ്പൂരുണ്ടായിരുന്നു. വലിയ സൗകര്യമില്ലാത്തൊരു വീട്ടിനകത്ത് നിറച്ച ആളുകൾ എഴുന്നേറ്റ് നിന്ന് 2-3 വാക്കൊക്കെ പറഞ്ഞ് ഒരാരാധനയുടെ അന്തരീക്ഷം വന്നപ്പോൾ 3 ഭൂതം ഒപ്പളയത്. പിന്നെ അതിനൊരു ശമനം വരുത്തിയിട്ട് ബാക്കി ശുശ്രൂഷ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ദൈവമക്കളെ ദാഹിക്കുന്ന 100 കണക്കിന് ആളുകളിങ്ങനെ കിടക്കുക. സ്വത്രം സ്വത്രം. അവരൊരു ഭാഷ ഈ കേരളത്തിൽ കിടന്ന് ഇങ്ങനെ വട്ടം ചുറ്റാതെ ഇങ്ങോട്ടൊക്കെ വന്ന വല്ലപ്പോഴൊക്കെ വന്നാൽ ഞങ്ങൾക്കൊരാശ്വാസം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വലിയ കാഴ്ചപ്പാടുണ്ടാകണം. ആത്മാക്കളെ ദൈവത്തിന് കൊണ്ടുവരാൻ, ആത്മാക്കളെ ദൈവത്തിന് നേടാൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളടക്കം വലിയവരടക്കം സകലരോട് ഓർപ്പിക്കുന്നു. സുവിശേഷത്താൽ ആത്മാക്കളെ രക്ഷിക്കണം, സുവിശേഷത്താൽ ആത്മാക്കളെ വിടുവിക്കണം, സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ പങ്കാളികളാക്കണം. നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് അനേകർക്ക് വിടുതലുണ്ടാക്കാൻ തക്കവണ്ണം നിങ്ങൾ ആത്മബലത്തിൽ വർദ്ധിക്കണം, ദൈവശക്തിയിൽ വർദ്ധിക്കണം, ദൈവകൃപയിൽ വർദ്ധിക്കണം. നിങ്ങളിൽ കൂടെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. അശുദ്ധ ജീവിതം നയിച്ച ഒരു ശമരിയ സ്ത്രീയെ കൊണ്ട് ഒരു പട്ടണത്തെ നേട്ടാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിനായി വേർതിരിച്ച വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനമേ, ദൈവദാസന്മാരെ, നിങ്ങളെ കൊണ്ട് ദേശങ്ങളെ വിടുവിക്കാൻ, ഗ്രാമങ്ങളെ വിടുവിക്കാൻ, പട്ടണങ്ങളെ വിടുവിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ്. വേഗത്തിൽ വാക്കുകളെ ചുരുക്കാം. വായിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 42-ാം അധ്യായം 9-ാം വാക്യം, 43-ാം അധ്യായം 19-ാം വാക്യം. യെശയ്യാ ചാപ്റ്റർ 42 വേഴ്സ് 9, 43 വേഴ്സ് 19. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു, ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ. പണ്ട് പ്രസ്താവിച്ചത് സംഭവിച്ചിരിക്കുന്നു, ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. അത് ഉത്ഭവിക്കും മുന്നേ, വരും മുന്നേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. നമ്മുടെ ദൈവം തൻ്റെ ആലോചനകൾ കഴിഞ്ഞ കാലത്ത് പറഞ്ഞത്, വെളിപ്പെടുത്തിയത്, നിവർത്തിച്ച ദൈവം ഇനി അവൻ പുതിയ ആലോചന തന്ന് അത് നിവർത്തിക്കാൻ കഴിയുന്ന ദൈവം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? കഴിഞ്ഞ കാലങ്ങളിൽ ആലോചന നിവർത്തിച്ച ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ആ കരമുയർത്തി സ്തോത്രം ചെയ്തു പറോ, എനിക്ക് നിവർത്തിച്ചു തന്ന ദൈവം ഇനിയും നിവർത്തിപ്പാൻ ശക്തനോ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും, മരുഭൂമിയിൽ ഒരു വഴിയും, നിർജ്ജന പ്രദേശത്ത് നദികളും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഈ രാത്രി തിരിച്ചറിയണം, പുതുതാക്കുന്ന ദൈവം ഇതാ പുതിയതൊന്ന് ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവത്തിനെ പറയാമോ, കർത്താവേ എനിക്കൊരു പുതിയ അനുഭവം വേണം, എനിക്കൊരു പുതിയ ബലം വേണം, ഒരു പുതിയ ശക്തി വേണം, ഒരു പുതിയ കാഴ്ചപ്പാട് വേണം.
എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. പുതിയ ദർശനങ്ങളിലേക്ക്, പുതിയ വെളിപ്പാടുകളിലേക്ക്, പുതിയ ആത്മതലങ്ങളിലേക്ക് എന്നെ നടത്താൻ കഴിയുന്നവന് നിനക്ക് ചെയ്യാൻ കഴിയും. ഞാൻ വിശ്വസിക്കും. എന്താ പുതിയത് ചെയ്യുന്നത്? മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വഴിയില്ലേ, അവൻ വഴിയൊരുക്കാൻ ശക്തനാണ്. വെള്ളമില്ലേ, ഉറവ തുറക്കാൻ ശക്തനാണ്. വെള്ളമുള്ളിടത്തും വഴി തുറക്കാൻ കഴിയുമെന്ന് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ചെങ്കടലിനെ വിഭാഗിച്ച്, യോർദാനെ വിഭാഗിച്ച് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയില്ലേ? ഇന്നും അവൻ ചെയ്യാൻ ശക്തനാണ്. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? അടഞ്ഞ ചില വഴികളെ തുറക്കാൻ കഴിയുന്നവൻ. നാളുകളായി ജീവിതത്തിൽ ഒരു വഴി തുറക്കാതെ ഭാരത്തോടെ, ഞെരുക്കത്തോടെ, വ്യസനത്തോടെ എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കപ്പെടുകയില്ലേ? ഈ മരുഭൂമിയുടെ അനുഭവം, ഈ വരണ്ട അനുഭവം, ഈ വഴി കാണാത്ത അനുഭവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അവന്റെ കരം ചലിക്കും. വരണ്ട അവസ്ഥയിലെ, മരുഭൂമി അനുഭവത്തില്, മണലാരണത്തിന്റെ അനുഭവത്തില്, വഴിയില്ലാത്ത സ്ഥാനത്ത്, എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത, നട്ടം തിരിയുന്ന സ്ഥാനത്ത് ഇസ്രായേൽ ജനത്തോട് ചുറ്റിയെത്തു മതി, വലത്തോട്ട് തിരിവിനെന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചില ഡയറക്ഷൻസ് അവൻ വെളിപ്പെടുത്തും. വഴി തെളിയിക്കും. അവൻ പറയുന്ന വഴി നിനക്ക് അനുഗ്രഹമായി അത് വിട്ടുതലായി തീരുകയോ. ചില ശൂന്യതകൾ ഇന്ന് രാത്രി അവൻ വരണ്ട നിലത്ത് നീരൊഴുക്ക് പുറപ്പെടുവിക്കാൻ, വരണ്ട നിലത്ത് നദിയൊഴുക്കാൻ അവൻ ശക്തനായ ദൈവമോ. ഈ രാത്രിയിൽ അവന്റെ സാന്നിധ്യം, ആത്മസാന്നിധ്യം വരൾച്ച മാറ്റി ആത്മനദി നീന്തി തുടിക്കുവാൻ മുട്ടോളമല്ല, അരയോളമല്ല നീന്തി കടപ്പാൻ കഴിയാത്തൊരു നദി ഈ രാത്രി വിശ്വസിച്ചോ. ആത്മതലങ്ങൾ മാറുകയോ, ആത്മമണ്ഡലങ്ങൾ മാറുകയോ, ആത്മീയവസ്ഥകൾ മാറുകയോ, ചില പുത്തൻ ദർശനങ്ങളിലേക്ക്, ചില പുത്തൻ വെളിപ്പാടിലേക്ക്, ചില പുത്തൻ ചൈതന്യത്തിലേക്ക്, ചില പുത്തൻ അധികാരത്തിലേക്ക് ഈ രാത്രി ജനത്തെ നയിക്കാൻ പുതിയത് ചെയ്യുന്ന ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുകയോ. ചുടമറബല സതല കടക തിരക അത്തന വൗഷം അനത്തന വൈശല ജഗത്തല വൈശൽ. യെസ് വിശ്വസിച്ചോ. ഇന്ന് രാത്രി സകലത്തെയും പുതുക്കുന്നവൻ ശാരീരിക മണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ, മാനസിക മണ്ഡലത്തിൽ പുതുക്കം വരുത്തുന്ന ദൈവം, പണിതെടുക്കുന്ന ദൈവം, പുതുക്കിയെടുക്കുന്ന ദൈവം ഈ രാത്രി അവന്റെ പുതുക്കത്തിന്റെ ശക്തി ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഇതുവരെ പ്രാപിക്കാത്ത പുതുഭാഷകളിൽ സംസാരിക്കുവാൻ അവർ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ അവർ രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷയെ സംസാരിക്കും. ഈ രാത്രി വിശ്വസിച്ചോ. യെസ് ചൂടൽ കബര തിബര സത്ത വിത്ത റൗഷ തീര ചാല സത്തർ ചാതുര ഹത്തര വൗഷ അമ്പൽക്കാര തീര ചാല വൈഷ ഭാര സൈദല ചയദല സത്തർ കബര തിബന ജഗദ ഊടക്ഷാദക റത്തൽ കബര തിബന അൽകാഭാര സംദർ ചാന തൂര സൈദ വോഷ കമ റിത്ത തീന സത്ത ചാല അർബല തിമനവ സത്തര വൈഷല ഹത്തൽ പ്രൗഢ പരിശുദ്ധാത്മാവിന്റെ നദി, ആത്മനദി എന്നിലേക്ക് ഒഴുക്കണമേ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവ സാന്നിധ്യം. യെസ് ഓ റബല ഷദല കടക തെരക
ಅರ್ಥಭಾರ ಸತ್ತರ್ಚಾರ ತೂರ ಮಾನ ಶಂಬಲ ಜಯದರ ರಿತ್ತಲ ಭಟ್ಟಲ ಭಕ್ಷಲ ಬೌಡ ರುಬಲ ಶಾರ ಸೈದರ ಹತ್ತಲ್ ಕಬರ ತಿವರ ಚೆಗದ ಊಡಕ್ಷಾದಗ ರಂಥುನ ಭೌಷನ ಚೆಗದಲ ರಿಗದಲ ಅರ್ಥ ಪ್ರೌಢ ರಿಕ್ಕ ಬಾಲ ಶತ್ತರ್ಚಾರ ಅಂದಲ ಚೂಡಲ ಭಕ್ಷಲ ಬೌಡಲ್ ಕಬರ ತಿವರ ಉಡಬರದಲ ಬಹುಶ ದಿಕ್ಕಬಲದಲ ಗಡಗ ಅರ್ಥಮನದಲ ಬಹುಶ ಸೈದರ್ಚಾರ ಗಡಗ ಉದಂಜರದಲ ಬಹುಶ ಪ್ರೌಢಮಾನಗಸಿಯ ಅತ್ತಜಾಲ ಗಡಗ ತುರಚ್ಚಲಾದಲ ಬಹುಶ ಅಂದರ್ಕಾರ ತೀರ ಜಗತ್ತನ ವೈಶ್ಯಮಾನ ಅರ್ತುಲ್ ಜಾದುರ ಹತ್ತಲ ಭಟ್ಟಲ ಭಕ್ಷಲ್ ಕಬರ ತಿವರ ಎಸ್ 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 ಶೋ ರಿಕ್ಕ ಬಾಬಾ ಥೂರಚನ ತನ ಸಿಯ ಹಿತ್ತ ಲೌಷ್ಮರ സത്തന പ്രയോജനപ്പെടേണ്ട മേഖലകളിൽ പ്രയോജനം വരുത്താത്ത ഉടവക്ഷാത്ത ഘടക സത്തുര വഴുതിപ്പോക്കുന്ന ഒരു തലത്തിലേക്ക് വാദിക്കുന്ന വെല്ലുവിളികൾക്ക് നടുവില് ഉണർന്ന് പ്രാർത്ഥിച്ചോ. ദൈവകരത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടുത്തി ഈ തലമുറയ്ക്ക് ഉപയുക്തമാക്കുന്ന നിലയിൽ ഉപയോഗപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ശകമനവസി സംഘർഷം അകത്തലത്തിൽ വെളിപ്പെട്ട ഉടൽക്കര ഹസ്തുര ഘടകം കൂട്ടം നടക്കുന്നവരിന്ന് പോലും പ്രതിസന്ധിയിൽ വെളിപ്പെടുന്ന ഒരു മണ്ഡലത്തെ ആത്മാവ് കാണുമ്പോൾ ഈ രാത്രി പുതുക്കപ്പെടട്ടെ, ശക്തി ഏറ്റെടുക്കട്ടെ, പ്രവർത്തിപ്പാൻ ശക്തൻ യേശുവിൻ നാമത്തിൽ വിട്ടുതൽ കൽപ്പിക്കുക. യെസ് 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 ഷോറിക ഭാഷ സെകതതതേ ഓറസതരികവാര സത്തർചാര തുരചാല അർത്ഥവാര സത്തർചാര അന്തർകാര തുര ചഗര ഘടകസി അർത്ഥ ഘടക സത്തര ഘടകത്തനകം ഊര സത്തന യോർദാന്റെ ഒഴുക്കിനകത്ത് പെട്ടകം ചുമന്നവർ കാൽ വെച്ചപ്പോൾ വഴി തുറക്കപ്പെട്ടതുപോലെ അസാധ്യമെന്ന മണ്ഡലത്തിൽ ദൈവകരത്തിന്റെ വിട്ടുത്തൽ പ്രത്യേകമായി ഇടപെട്ട വഴി തെളിയിച്ച് ആദരിപ്പാൻ ശക്തൻ ആത്മമണ്ഡലത്തെ തുറന്ന് ദൈവകൃപയുടെ ജ്വലനം വെളിപ്പെടുത്തി ആദരിക്കാൻ ശക്തനെന്ന് ആത്മാലോചന അറിയിക്കുന്നു. ഏറ്റെടുക്കട്ടെ, യേശുവിൻ നാമത്തിൽ ജയമെടുക്കുക. അർത്ഥജാല ഋഷഭാര സത്തജാല ചൂബര ജഗതന ഹസ്തരവട്ടല അർത്ഥക്കവരവ രക്ഷ സൈതം ഹത്തര വൗഷം അമ്പലവേദന ഹത്തവരക്ഷല വൈടക്കവര തിരകക്ഷാര പുകഞ്ഞിരിക്കാനല്ല പുക്കലക്കി ഭാരപ്പെടുന്ന അവസ്ഥകൾക്ക് മാറ്റം വരുത്തി വിടിവിക്കുവാൻ ശക്തനും ആത്മാവാലോചന അറിയിക്കുന്നു. ഏറ്റെടുക്കട്ടെ, ഏറ്റെടുക്കട്ടെ. ആത്മാവിന്റെ ഒരു കത്താൽ ജീവിതത്തിൽ തിരിഞ്ഞു നോട്ടത്തിനും ഒരു പുതിയ അനുഭവത്തിൽ കൂടെ മുന്നേറേണ്ടതിനും ഇടയാക്കുന്ന ദൈവകരം അർത്ഥമനദല ഭൗഷ സത്തരാജഗസ് ഉടവരദല ഭൗഷ പ്രൗഢ അർത്ഥജാല ധിക്കവാര സത്തജാല ചില ചോദ്യ ചിഹ്നങ്ങളോട്ട് ചില വ്യസന വിഷയങ്ങളോട്ട് എരിങ്ങി നിൽക്കുന്ന സ്ഥാനത്ത് അത്തര ഘടക സത്തര ഘടകം ആരോട് പറയും, ആർ പ്രവർത്തിക്കും ചോദിക്കുന്ന ചോദ്യമായി നിൽക്കുമ്പോൾ സർവശക്തന്റെ സാന്നിധ്യം ദൈവത്തോട് അപേക്ഷിച്ചാൽ, സർവശക്തൻ അപേക്ഷിച്ചാൽ അവന്റെ കരം തന്നെ വ്യക്തമായി വെളിപ്പെടുത്തി വിടുവിക്കുവാൻ ശക്തമെന്ന് ആത്മാവ് തൂതറിയിക്കുന്നു. ഏറ്റെടുക്കട്ടെ, ഏറ്റെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ ചേമടിക്കുക, ചേമടിക്കുക. ഉടവല ശത്തല ഭൗഷല ഹർത്തല ജാത അർത്ഥഭാര സത്തചാര തിവര യെസ് യെസ് ഓഷറക ഭാഷസ അർത്ഥഭാര സത്തചാല ഉടജാരിത്ത റൗഷചാല തവര അത്തര ചൂടല സത്തര വൈശക്കവര തിവര അന്തർചാര തൂര മനസിത്ത പുത്തൻ കാഴ്ചപ്പാടുകൾക്കായി പുത്തൻ അഭിഷേകത്തിന്റെ മുന്നേറ്റത്തിനായി ചൂടരവ സത്തരതല ഭൗഷവരവസി യെസ് വൈശവാര സത്തര തീരചാല സത്തജാല അർത്ഥമാന സന്ദർചാര
ദീപന സത്തര വൈശ്യന അർത്ഥം ജഗദക്ഷാരം വൈശ്യം വേദം യൂടൽ കബര തിബര ചിഗത സ്തംഭിച്ചിരിക്കാനല്ല, സ്തംഭന വിഷയമായി പോക്കാനല്ല. ഊറ സത്തർ കവൽ കരാത്തര ഹൈഡാബാര സത്തർ ചാര വീക്ഷണക്കെത്തിയോട്, ആത്മവീക്ഷണത്തോട്, ആത്മദർശനത്തോട് ഈ ദിവസം ഉണരാൻ ആത്മാവിടപെടുന്നു. 2 ഘട്ടങ്ങളിൽ ഉടൽക്കര ജഗത്തന ബലഹീനമാക്കി ഇരുത്തുവാൻ എഴുന്നേൽപ്പിക്കുന്ന വാദിച്ച മണ്ഡലത്തിൽ വിടിവിച്ച ദൈവക്കാര ഉടവക്ഷ തട്ടി ഉണർത്തുന്നു. ഏലിയാവ് ഗുഹയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കാൻ നോക്കുമ്പോൾ തട്ടി ഉണർത്തിയതുപോലെ നിന്നെ തട്ടി ഉണർത്തുന്ന സമയങ്ങളോ ഉണർന്നെഴുന്നേൽക്കാൻ ഒരു മുന്നേറ്റം ആത്മവ്യക്തമായി ഇഷ്ടപ്പെടുന്നു. തൂണുകളായി എണ്ണപ്പെട്ട അവസ്ഥയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ട വിളി തിരിച്ചറിയട്ടെ. മുമ്പേ പോലെ പണ്ടേ പോലെ ഒരു നല്ല കാലം ചോദിച്ചുണരോ യേശുവിൻ നാമത്തിൽ ജയമെടുക്കുക. യെസ് ഓ ചൂടരത്ത റൗഷമാന സത്തജാല വൈശ്യമാന അത്തുരജാല വൈശ്യക്കവര ദിവനക്ഷാല വൈശ്യജാല തീവനവക്ഷ സൈതരജാല യേശുവിന്റെ നാമത്തിൽ പുതുക്കപ്പെടാൻ, ചൈതന്യം പ്രാപിക്കാൻ, ശക്തിപ്പെടാൻ ദൈവകരത്തിന്റെ വിടുതൽ. ജീസസ് ഹല്ലേലൂയ. പ്രൈസ്. 1-2 വാക്യം കൂടെ വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കും. ഒരുമിച്ച് ആരാധിക്കാൻ സമയമെടുക്കാൻ പോകുകയാണ്. ഒന്ന് വായിച്ചോ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ chapter 4 verse 16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പുറമേ ഉള്ളവൻ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം. ദൈവമക്കളെ, നാം ദിനംതോറും പുതുക്കിക്കൊണ്ടിരിക്കണം. ഈ ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ, സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ വിളക്ക് നിത്യം കത്തണം. അതിനെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ വിളക്കിലൊഴിക്കണം. ഇടിച്ചെടുത്ത തെളിവുള്ള എണ്ണ. പ്രൈസലോ. ഇപ്പം നാൾത്തോറും കത്താൻ ഉയരത്തിലെ എണ്ണ, ഉയരത്തിലെ ശക്തി, ഉയരത്തിൽ നിന്ന് ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിച്ച ആ ആത്മാവിൻ്റെ അനുഭവം. ശൗലിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. പ്രൈസലോ. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അപ്പം മേൽക്കുമേൽ ശക്തി പ്രാപിക്കാൻ, നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കാൻ. അകമേയുള്ളവൻ എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ, ആത്മമനുഷ്യൻ. പുറമേ ഉള്ളവൻ ജഡീക മനുഷ്യൻ. ജഡം ഇല്ലാതാകണം, ആത്മാവിൽ ജ്വലിക്കുവാനിടയാകണം. പുതുക്കം പ്രാപിക്കേണ്ടത് ആത്മീക അനുഭവത്തിൽ. സകലതും പുതുതാക്കാൻ കഴിയുന്ന ദൈവം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യം. 2 കൊരിന്ത്യർ chapter 2 verse 15. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാവുന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന എന്ന് പറഞ്ഞ പച്ച മലയാളം ഇങ്ങനെയാണ്. ജീവിക്കുകയാണെങ്കിൽ അവിശ്വാസികളുടെ നടുവിലും വിശ്വാസികളുടെ നടുവിലും ക്രിസ്തുവിൻ്റെ നറുമണം
പരത്തുന്നവരാകണം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തെളിയിക്കുന്നവരാകണം. ക്രിസ്തുവിൻ്റെ തേജസ് വെളിപ്പെടുത്തുന്നവരാകണം. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുന്നവരാകണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അനേക ആളുകൾ വിശ്വാസികളാണെന്ന്, ദൈവദാസന്മാരാണെന്ന്, ആത്മീകരാണെന്ന് ഒക്കെ പറയുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ സൗരഭ്യത്തിന് പകരം അവൻ്റെ നാമത്തിന് അപമാനം വരുത്തുന്ന ഒരു ലോകമായി മാറിക്കൊണ്ടിരിക്കുക. പല നിലകളിൽ ക്രിസ്തുവിൻ്റെ നാമം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വളരെ നൊമ്പരത്തോടും വളരെ വേദനയോടും ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ നാമം നമ്മിൽ കൂടെ മഹിമപ്പെടണം. നമ്മുടെ ജീവിതം കൊണ്ട് മഹിമപ്പെടണം. സംസാരം, ഇടപാട്, ജീവിതത്തിൻ്റെ സമസ്ത കൊടുക്കൽ വാങ്ങൽ, ബന്ധങ്ങൾ, സമസ്ത മേഖലയിലും ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എല്ലാം പോയില്ലേ? പോണ്ട. നമ്മൾ നേരെ ജീവിച്ചാൽ കർത്താവിൻ്റെ നാമം നമ്മിൽ കൂടെ ദേശങ്ങൾ വെളിപ്പെടും. വീട്ടിനകത്ത് ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടും. അയൽവക്കത്ത് ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടും. സഭയിൽ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടണം. ജാതികൾക്ക് നടുവിൽ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടണം. മനസ്സിലായവരൊക്കെ കരമുയർത്തി സ്തോത്രം ചെയ്യും. എല്ലാവരും ദൈവത്തിനെ എഴുന്നേൽക്കാം. എല്ലാവരും എഴുന്നേൽക്കാം. ഇന്ന് രാത്രി നാം കേട്ട വചനം, ഇതാ ഞാൻ സകലതും പുതുതാക്കും. നമ്മെ പുതുക്കാൻ, നമ്മിൽ പുതുക്കം വരുത്താൻ സമസ്ത മേഖലയിലും എവിടെയൊക്കെ കേടുണ്ടോ, എവിടെയൊക്കെ പുതുക്കപ്പെടേണ്ടതുണ്ടോ, എവിടെയൊക്കെ ശത്രു കേടുവരുത്തിയോ അത് തിരിച്ചറിഞ്ഞ്, എവിടെയൊക്കെ നഷ്ടം വരുത്തിയോ തിരിച്ചറിഞ്ഞ് പുതുക്കത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രി എൻ്റെ ജീവിതത്തിൽ ഒരു പുതുക്കം ആവശ്യമാണ്. എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ വിചാരങ്ങളിൽ, എൻ്റെ ഇടപാടുകളിൽ, ഞാനും ദൈവമായുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന കേട്, വന്നിരിക്കുന്ന അകൽച്ച, വന്നിരിക്കുന്ന ഭിന്നത, വന്നിരിക്കുന്ന പോരായ്മ എനിക്ക് വചനത്തിൽ കൂടെ മനസ്സിലായി. ഞാൻ പുതുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതുക്കത്തിനു വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവ്. ഹൃദയവും ആത്മാവിലും പുതുക്കപ്പെടുമ്പോൾ ആ പുതുക്കം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും വ്യാപരിക്കുമെന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ, പത്രോസിൻ്റെ ജീവിതത്തിൽ, ഭക്തന്മാരുടെ പലരുടെ ജീവിതത്തിൽ തെളിയപ്പെട്ടു. ഒളിവിൽ ദാവീദിനെക്കുറിച്ച് സാക്ഷ്യം വെളിപ്പെട്ടു. എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. പ്രൈസ്. ആ തലമുറയിൽ യഹോവയുടെ ആലോചനയ്ക്ക് പ്രവർത്തിച്ചു, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പ്രവർത്തിക്കുന്നവരാകാം. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞതാണെങ്കിലും മറ്റുള്ളവരെയും കൂടി പിന്മാറ്റത്തിൽ കൊണ്ടുപോയതാണെങ്കിലും പുതുക്കപ്പെട്ടു വന്നപ്പോൾ പകരപ്പെട്ട പുതുശക്തി വ്യത്യാസം വരുത്തി ഏറ്റവും ശ്രേഷ്ഠനാക്കി. അവൻ്റെ പ്രസംഗത്തിൽ കൂടെ ആത്മാക്കൾ വിടുവിക്കപ്പെട്ടു. അവനിൽ വെളിപ്പെട്ട ദൈവശക്തിയാൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു. രോഗികൾക്ക് സൗഖ്യം, ബന്ധിതർക്ക് വിടുതൽ. കടന്നു പോകുന്ന വഴിയിൽ വിരിപ്പിൽ ജനത്തെ കിടത്താൻ തുടങ്ങി. ആ നിഴലൊന്ന് തട്ടിയാൽ ദൈവശക്തിയുടെ വ്യാപാരം ഏതു മേഖലയിലും അതിൻ്റെ പ്രവൃത്തി തെളിയിക്കാൻ ഉപയോഗമായെങ്കിൽ നമ്മെ ഉപയോഗിക്കാൻ ഈ തലമുറയിൽ ദൈവത്തിന് കഴിയും. നിന്നിൽ പവർഫുള്ളായൊരു ശക്തി വ്യാപരിച്ചാൽ, ദൈവശക്തി വ്യാപരിച്ചാൽ, നീ കയറുന്ന വണ്ടിയിൽ, നീ സഞ്ചരിക്കുന്ന യാത്രയിൽ, നീ പോകുന്ന ഇടത്ത് ആ ശക്തിയുടെ പ്രദർശനം വെളിപ്പെടാനിടയാകും. പ്രൈസ്, പ്രൈസ്, പ്രൈസ്. ഇന്ന് രാത്രി കേട്ട വചനത്തുമ്പിൽ കുറവ് മനസ്സിലായെങ്കിൽ, പുതുക്കം ആവശ്യമെങ്കിൽ
ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുതുക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്നവർ ആ കരം ഉയർത്തിപ്പിടിച്ചോ. ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ജീസസ്, ജീസസ്, ജീസസ്. സ്വർഗപിതാവേ, ഇന്ന് രാത്രി അങ്ങയുടെ സന്നിധി വന്ന് വചനം കേട്ട് ഒരു പുതുക്കം ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ആഗ്രഹിച്ച് ഉയർത്തിയ കരങ്ങൾക്കായി സ്തോത്രം, വ്യക്തികൾക്കായി സ്തോത്രം. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ആഴമേറിയ വിടുതൽ ജീവിതത്തിൽ പുതുക്കത്തിനായി തീരാൻ ഹൃദയത്തെ പുതുക്കി, ആത്മാവിൽ പുതുക്കി, ചട്ടങ്ങളിൽ നടക്കുമാറാക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നു. ആ പുതുക്കത്തിൻ്റെ അനുഭവം ഈ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തണമേ. അവരുടെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകൾ ദൈവഹിതപ്രകാരം പുതുക്കപ്പെടണമോ അതിനായി ആ ഉയർത്തപ്പെട്ട കരങ്ങളെ തൃക്കൈയിലേക്ക് പരമേൽപ്പിക്കുന്നു. അങ്ങ് തന്നെ ആത്മീയ അധികാരത്താൽ ഈ ജനത്തിന് പുതുക്കം വരേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് വിട്ടുതൽ കൽപ്പിക്കുന്നു. വാക്യമേ തുണ നിൽക്കും, മഹത്വം വെളിപ്പെടും. നിന്റെ ജനം പുതുക്കത്തിന് നന്മ അനുഭവിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. നാം ഒരുമിച്ച് ചേർന്ന് പാടി ആരാധിക്കാൻ പോവുകയാണ്. ഏതെങ്കിലും വിഷയങ്ങളിൽ രോഗത്താലോ മാനസിക പീഡയാലോ പൈശാചിക പോരാട്ടങ്ങളാലോ ഒരു വിടുതൽ ആവശ്യമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവർ മുൻപോട്ട് വന്നാൽ അവർക്ക് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിക്കും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിരാശാവേളകൾ, ഏതെങ്കിലും പ്രയാസ മേഖലകൾ, ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം, ഒരു വിടുതൽ, ഒരു അതേ സൗഖ്യം ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതുവരെ ആത്മശക്തി, ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിപ്പാൻ കഴിയുന്നില്ല, അന്യഭാഷ ആരാധിപ്പാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ആ ശക്തി ഏറ്റെടുക്കാൻ, ആ ബലം ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവർക്ക് മുൻപോട്ട് വരാം. ഒരു സന്ദർഭം അന്യഭാഷ പ്രാപിച്ചു, നഷ്ടപ്പെട്ടു പോയി, ഇപ്പോൾ എനിക്കത് കിട്ടുന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചേർന്ന് പാടി കർത്താവിനെ ആത്മാവിൽ ശക്തിയോടെ ആരാധിക്കാം. പ്രാർത്ഥന ആവശ്യം മുൻപോട്ട് വരാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീസസ്. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മനിറവിനാഥാൻ തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മനിറവിനാഥാൻ തിരുഹിതം ചെയ്തിടുവാൻ. ഈ ദുഷ്ടലോകത്തിൽ മാലിന്യങ്ങൾ ലേശവുമേശാതെ ജീവിക്കുവാൻ. ഈ ദുഷ്ടലോകത്തിൽ മാലിന്യങ്ങൾ ലേശവുമേശാതെ ജീവിക്കുവാൻ. ജയം പ്രാപിക്കുവാൻ അമിതബലം ധരണി. ജയം പ്രാപിക്കുവാൻ വെളിപ്പെട്ടു വരാൻ യേശുവിനെ ദുഃഖം മാറ്റം, വ്യസനം മാറ്റം, ദൈവകരം അത്ഭുതം ഓരാന്തമസിൽ അനുദീനു ശോഭിക്കുവാൻ. വ്യക്തി ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ.
മാറട്ടെ, കണ്ണനിന്റെ ഫലം കാണട്ടെ. ഊറസത്തന ജഗത്തുരരവസ് വൈഡക്കവരവരകടം അർത്ഥമന ഘടകം ഉടത്തന ഘടകം ഉടത്തന ഘടകം അർത്ഥമന ഘടകം വിശ്വസിക്കട്ടെ, വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. യേശുവിനെ കവർന്നിട്ട് വിശ്വസിച്ചതിന്റെ പൂർണ്ണ സന്തോഷം വെളിപ്പെടുവാറ് വിടുതൽ കൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവം ജീസസ് സ്വർഗ്ഗപിതാവ് സാന്നിധ്യമായിരുന്നു, ശക്തിപ്പകർന്നു ശരീരരോഗത്തിന്റെ മേൽ ഊറസത്തൻ കവരം ആന്തരികം അസ്വസ്ഥമാക്കുന്ന ആ വെല്ലുവിളിക്കുമേ ഉടവൻ കവന ഘടക ചില ടെസ്റ്റുകൾക്ക് വിധേയമായി ബാധിച്ചിരിക്കുന്ന ബോഡികളുടെ ഈ രാത്രി വിടുതൽ കൽപ്പിക്കുന്നു, വിടുതൽ കൽപ്പിക്കുന്നു. ദൈവശക്തികൾ വ്യാപരിക്കട്ടെ. ഉടവൻ കവന ഘടകം അർത്ഥവൽക്കരാതന ഘടകം ആത്മമണ്ഡലം തുറന്ന് ബലഹീനത മാറ്റി ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ഉടവച്ചാരഘടകം സാക്ഷ്യം പറയത്തക്കവണ്ണോ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. തടസ്സങ്ങളെ അഴിച്ചുവിടുന്നു, ആ പദവിയിൽ നിന്ന് തള്ളിയിടുവോ സ്വാതി കെട്ടുന്ന പോരുകളുടെ ഈ രാത്രി വിടുതൽ കൽപ്പിക്കുന്നു. ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ വ്യക്തമായ വിടുതൽ, വ്യക്തമായ സ്വാതന്ത്ര്യം യേശുവിൻ നാമത്തിൽ കൽപ്പിച്ച് ശാരീരിക വിടുതലാണ്, പ്രവൃത്തി മേഖല വിടുതലാണ്, ലക്ഷ്യങ്ങൾക്ക് മേൽ വിടുതലാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഈ രാത്രികാലം, ഈ 10ാമത്തെ ദിവസം ഈവനിങ് സെഷനിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു. ഹല്ലേലൂയ, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. ഹല്ലേലൂയ, നമ്മെ പുതുതാക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മോട് വ്യക്തമായി ശക്തമായി അവിടുന്ന് സംസാരിച്ചല്ലോ. നമ്മുടെ കേട് പോക്കി നമ്മെ പുതിയതാക്കുന്ന ഒരു നല്ല ദൈവം, നമ്മുടെ തലമുറകളുടെ കേടുകളെ പോക്കി ആമേൻ അവിടുന്ന് പുതുതാക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ഇന്ന് രാത്രി കാലം നമ്മൾ രുചിച്ചറിഞ്ഞത്. അഭിഷേകത്തിലൂടെ ശക്തമായ ദൂതാണ് നമ്മൾ കേട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, കുശവന്റെ കയ്യിലെ ആ പാത്രം കേടായപ്പോൾ വലിച്ചെറിഞ്ഞില്ല, ഒരു മാനപാത്രമാക്കിയ നല്ല കർത്താവ്. ഓ, പുതിയ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് പുതിയ ഒരു മാംസളമായ ഹൃദയം തരുന്ന ഒരു കർത്താവ്, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ്. ഓ, ബലത്തോട് ഈ രാത്രികാലം നമ്മളെ ദൈവം നിർത്തിയിരിക്കുക. പുതിയ ബലം നമുക്ക് നൽകി തരുമ്പോൾ നമ്മൾ പ്രമാണം അനുസരിക്കുവാൻ കഴിയും. ഒരു പത്രോസിനെ ലോകത്തെ കീഴ്മേൽ മരിക്കുവാൻ പുതിയ ബലം നൽകിയപ്പോൾ സംഭവിച്ചെങ്കിൽ ഇന്നും ദൈവത്തിന് അത് കഴിയും. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവിൻ്റെ ബഹുമാനി അഭിഷിക്തൻ ഈ പകലും രാത്രിയിലും ഈ ദേശത്തേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടു വന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു എങ്കിൽ തന്നെ ദൈവനിയോഗത്തോടെ വന്നു ചേർന്നു നമുക്ക് വേണ്ടതായ ദൂതുകൾ നൽകി തന്നല്ലോ. ആമേൻ. ഐശ്വര്യമായി ദൈവവചനം സംസാരിച്ച പാസ്റ്റർ മാത്യു കെ വർഗീസ് അവർക്ക് സഭയുടെ പേരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ പിരിവ് ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ. വന്നു ചേർന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഉപവസിക്കുന്ന ജനത്തെല്ലാം ദൈവം ബലപ്പെടുത്തട്ടെ. ഈ ബലത്തോടെ പോക എന്ന് ഗിദെയോനോട് പറഞ്ഞതുപോലെ ആ പുതിയ ബലം പ്രാപിച്ച് നമ്മൾ മടങ്ങിപ്പോവുകയാണ്. ഒരിക്കൽ കൂടെ കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ ജിജി സക്കറിയ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. ബഹുമാന്യ പാസ്റ്റർ മേവർ ഈ സൗകര്യങ്ങൾ ആശീർവാദവും പറഞ്ഞ് മീറ്റിംഗ് അവസാനിക്കും. കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ രാത്രികാലവും അങ്ങയുടെ പാദപിടുത്തിൽ കടന്നു വന്ന് കർത്താവേ സ്വർഗീയ ദൂതുകളെ കേൾക്കുവാൻ ഇന്ന് രാത്രികാലം ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. കർത്താവെ, സകലത്തെയും പുതുതാക്കുന്ന പുതുശക്തി ഞങ്ങളുടെ മേൽ പകരുന്ന ഹല്ലേലൂയ കർത്താവിനെ പറ്റി കേൾക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളെ ഓർപ്പിച്ച കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം.
ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ജനത്തിന്മേൽ ഹല്ലേലൂയ കർത്താവെ പുതുതിനു വേണ്ടി ഒന്ന് കൊതിച്ചുകൊണ്ട് ഹല്ലേലൂയ അവലോട് കാത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവമേ പുതുതായി ഒന്ന് തുടങ്ങി ഹല്ലേലൂയ കർത്താവ് ഒരു പുതിയൊരു തുടക്കം, പുതിയൊരു അഭിഷേകത്തിന്റെ തുടക്കം, പുതിയൊരു യാത്രയുടെ തുടക്കം, പുതിയൊരു ശുശ്രൂഷയുടെ തുടക്കം ഇന്ന് രാത്രി കാലം കർത്താവ് ചെയ്യുന്നതോർത്ത് സ്തോത്രം. വ്യക്തികളുടെയും കുഞ്ഞുങ്ങളുടെയും യൗവനക്കാരുടെയും കുടുംബങ്ങളുടെയും മാതാപിതാക്കളുടെയും ജീവിതത്തിൽ സഭയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതോർത്ത് സ്തോത്രം. PMG അത് ചെയ്യുന്നതോർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ പുതുതായി ഒന്ന് ചെയ്യണമേ, പുതുതായി ഒന്ന് ചെയ്തു തുടങ്ങുമാറാകണമേ. ഹല്ലേലൂയ ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസനെ ഇന്ന് പകൽക്കാലം രാത്രികാലം അധികാരപ്പെടുത്തിയതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ദാസനെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം കാക്കണമേ, പരിപാലിക്കണമേ. വഴിയാത്രകൾ ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കണമേ. ശുശ്രൂഷയിൽ ദൈവം സഹായിക്കണമേ. ദൈവം പൂർണ്ണമായും ഭാഗികമായി ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ആരോഗ്യത്തോടെ ബലത്തോടെ ശക്തിയോടെ ദൈവം നിർത്തണമേ കർത്താവേ. ആർക്കും ഒരു ക്ഷീണം വരാതെ ദൈവം കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ആത്മീയ വിടുതൽ കർത്താവേ അകമയുള്ള മനുഷ്യരെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്ന ദിവസങ്ങളാക്കി കർത്താവ് തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സർവ്വമാനവും മഹത്വം ഞങ്ങൾ അങ്ങോട്ട് പാദപിടുതൽ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥന കേട്ടത് ഓർത്ത് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും ദൈവത്തിൻ്റെ വചനം ആധികാരികമായി ശുശ്രൂഷിച്ച കർത്താവെ അവിടുത്തെ വിലയേറിയ ദാസന്റെ മേലും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമീൻ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ രാവിലെ കൃത്യം 10:30 മണിക്ക് തന്നെ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചാരംഭിക്കുന്നതായിരിക്കും.